ബിയോണ്ട് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേരാണ് അപ്പു. മുളക് ബജ്ജിയല്ലേ ഇതിന്റെ പേര്? അത് എന്താ പറയുക, ഇപ്പോഴും അങ്ങനെ പറയും ഇത് ബജ്ജിയാണ്, ബജ്ജി ഇഷ്ടം. എല്ലാ പിള്ളേർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ മുളക് ബജ്ജി. അപ്പൊ നമ്മൾ പുറത്ത് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല. ഇപ്പൊ ഒരു കുറച്ച് നമ്മുടെ വീട്ടിൽ ഇതിപ്പോ എത്ര എണ്ണുണ്ട്, ഒരു 6 എണ്ണമാണ് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങള് കുറച്ച് പേരുള്ളൂ, അപ്പൊ 6 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ വിചാരിച്ചു അപ്പൊ ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാം, ഇതുണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ കുറെ ദിവസമായി പറയുന്നു. കൊറേ നാളായില്ലേ നമ്മള് കഴിച്ചിട്ട്. നമ്മള് എവിടെ അന്ന് പ്രസാദേട്ടനും മരിയേച്ചനും വന്നപ്പോ അവര് വാങ്ങിട്ട് വന്നില്ലേ, യൂസ് ചെയ്തത്. എന്താണ് ഈ കളർന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, എന്നിട്ട് മിക്സ് ചെയ്താണ്. കാരണം ഒരു മസാലയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. ഓയിലാണ് മേടിക്കുക. അപ്പൊ അച്ഛൻ ഈ പ്രാവശ്യം അവിടെ അച്ഛൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ആട്ടുന്ന മില്ലുണ്ട്. അപ്പോൾ കെമിക്കലും ഇല്ലാതെ നല്ല ഓയിൽ കിട്ടും. അപ്പോൾ ഞാൻ തരുട്ടോ, ചൂടായിട്ടുണ്ട് കേട്ടോ. കണ്ണൊന്നും പുറത്തണ്ട, അങ്ങോട്ടൊന്നും മൂന്നെണ്ണം ഇടാൻ പറ്റുള്ളൂ നമുക്ക്. ഇതൊരു കാര്യം പറ്റേ, ഈ ഒരു മാസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. മാസ്ക് ഇടാൻ മാത്രമേ പറ്റുള്ളൂ, മാസ്ക് ഇടാൻ മാത്രമല്ല കണ്ണൂത്തി കളിക്കണില്ലേ. അത് കൊള്ളാം കേട്ടോ, കണ്ണുമുത്തി കളിക്കാൻ. പനി വരുമ്പോ തണുത്ത തുണി, ചൂട് തുണിയല്ലേ വെക്കാറ്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന കറ്റാർ വാഴയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുപയറുപൊടി കുറച്ചെടുത്തിട്ട്, ഇത് നമ്മളുടെ ഉപ്പ് പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഉപ്പ് പൊടി എന്ന് പറയുന്ന സാധനം
അത്ര നല്ലതല്ല നമ്മുടെ ആരോഗ്യത്തിന്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഉപ്പ് ആരോഗ്യത്തിന് നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യം കേട്ടോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹെൽത്ത് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് അപ്പൂസിൻ്റെ കാല് നമുക്കൊന്ന് പെഡിക്യൂർ ചെയ്തിട്ട് വരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ കാലൊന്ന് വാഷ് ചെയ്തു ബാത്റൂമിൽ. അതിന് ശേഷമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാം അല്ലേ. ഞാൻ കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ കാല് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പൊ ഞാൻ ബാത്റൂമിൽ നിന്ന് വാഷ് ചെയ്തതായതുകൊണ്ടാണ് ഇവിടുന്ന് പിന്നെ ഒന്നും ചെയ്യാത്ത. നിക്കറ് കുറച്ച് കയറ്റി ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മൾ നമ്മുടെ ചെറുപയർ പൊടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കാല് നനച്ചിട്ടാണ് നമ്മൾ, അതായത് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അന്നേരം അത് ഇതിനകത്തിട്ട് ഈ ചെറുപയർ പൊടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ഓരോ കാലമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കാരണം എന്താ വെച്ചാൽ വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ പിന്നെ അത് വെള്ളം നനഞ്ഞിട്ട് പോകത്തില്ലേ. അപ്പം അതുകൊണ്ടാണ് ക്രിയേറ്റ്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾ, പെൺകുട്ടികളെ പിന്നെ അത്ര എന്നാലും ഉണ്ട്, ഇല്ലാന്നല്ല, കളിക്കില്ലാന്നല്ല. പക്ഷേ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും എന്താ പറയുക മണ്ണിൽ ഓടി ചാടി ഒക്കെ അധികം ശ്രദ്ധിക്കാത്ത ഒരു കുട്ടികളാണ്. പെൺകുട്ടികൾ പിന്നെ ശ്രദ്ധിക്കും എന്നാണ് എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണെന്ന്. കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പം നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കത് ക്ലീനപ്പ് ആക്കി എടുക്കുന്നത് കാണിച്ചു. ചെറുപയർ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ചെറുപയർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഏറ്റവും നല്ലതാണ്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും മുളപ്പിച്ച് കഴിക്കുകയാണ് ഏറ്റവും ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ജസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് മുക്കി ഒന്നും കൂടി ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത കാലം ചെയ്യാം. അപ്പോൾ അതിപ്പോൾ നമ്മൾ കഴുകി കളയുന്നില്ല, നമ്മൾ സ്ക്രബ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതുകൂടി ചെയ്തതിന് ശേഷം കഴുകി കളയും. അപ്പോസ് തന്നെ ചെയ്യുന്നു. ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു കേട്ടോ, നിങ്ങളിത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്. അതായത് ശരിക്കും നമ്മൾ കെമിക്കൽ, അതായത് സോപ്പ് പൊടി ഒന്നും യൂസ് ചെയ്യാതെ, ലൂസാക്കി എടുക്കാറ് യൂസ് ചെയ്യാതെ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ചിലവരുടെ ശരീരത്തിന് അത് ചിലവരുടെ എന്നല്ല എല്ലാവരുടെയും ശരീരത്തിന് കെമിക്കൽ പോലുള്ള ഐറ്റംസ് അത്ര നല്ലതൊന്നുമല്ല. മാക്സിമം നമ്മൾ കുളിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ചെറുപയർ പൊടി യൂസ് ചെയ്താൽ, അല്ലെ കടലമാവ് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കുളിക്കാം. അപ്പോൾ നല്ലൊരു ആയുർവേദ ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ ചൂടുവെള്ളത്തിൽ മാക്സിമം കുളിക്കാതിരിക്കുക. കാരണം ചൂടുവെള്ളത്തിൽ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് പച്ചവെള്ളത്തിൽ കുളിക്കുന്ന. പിന്നെ അധികം തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളത്തിൽ കുട്ടികളെ കുളിക്കാം. എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഹോസ്പിറ്റലിൽ പോകാൻ പാടുണ്ടായിട്ടല്ല, ഈ ഒരു സിറ്റുവേഷനിൽ കുട്ടികളെയും കൊണ്ട് നമ്മൾ മാക്സിമം ഹോസ്പിറ്റലിലേക്കൊന്നും പോവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ചെറുപയർ പൊടി ഇട്ട് കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സാൾട്ട് ഇട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. പൊടിപ്പാട്ടോ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്.
പൊടിയപ്പ് നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണേൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ഞങ്ങളുടെ ഇല്ല, തീർന്നു പിന്നെ മേടിക്കുന്നു വിചാരിച്ചു മറന്നുപോയി. അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ യൂസ് ചെയ്യാം കേട്ടോ. ചെറുനാരങ്ങയും നല്ലൊരു ക്ലീനിങ് ലിക്വിഡാണല്ലോ. കുറേ ദിവസമായി ഞാൻ അപ്പൂസിന് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചേക്കുന്നു. ഇപ്പോൾ കൂടുന്നുണ്ടോ? മറ്റേ ഇരുമ്പ് പോലത്തെ ആ പാത്രം സാധനമില്ലേ, അതിങ്ങനെ ഉരയ്ക്കുമ്പോ മുള്ളു തീർന്നു പോലെ. അപ്പൊ നമ്മള് ഒരു കാല് ഇത് കഴിഞ്ഞു. ഈ ഭയങ്കര ആശ്വാസമായി. ഈ കാലം അപ്പൊ നമുക്ക് ഒരു കാലം കൂടി ഉണ്ട്, അതും കൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇന്ന് എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? കുട്ടീസൊക്കെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അല്ലേ? അപ്പൂൻ്റെ ടീച്ചർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ടീച്ചറും പറഞ്ഞു കുട്ടികളെ ആരെയും കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരെയും നേരിട്ട് കണ്ട് ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. നേരെ ഇരുന്നപ്പോൾ സാർ അപ്പോൾ ഇപ്പം ഇതിനകത്ത് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരിട്ടുണ്ടാവും കേട്ടോ. അപ്പൂസിൻ്റെ ഇവിടെ മുറിഞ്ഞേക്കുന്ന നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. കൈ മാറ്റി എനിക്കൊരു കയറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ചൊന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ കപ്പിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഇങ്ങോട്ടേക്ക് എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. ടൗലെടുത്തിട്ട് വെക്കാം കേട്ടോ. ഇതിപ്പോ കല്ലുപ്പായിരുന്നെങ്കിൽ ഇപ്പൊ കാല് മുറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, കാലിട്ടു. ജസ്റ്റ് ഞാനൊന്ന് ഒപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ കറ്റാർവാഴ നമ്മൾ അതിനകത്തിട്ട് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഉള്ള മുള്ളൊക്കെ ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് ചീകി കളഞ്ഞിട്ട് ഇതിനകത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കീറിയിട്ടുള്ളത് കൈ കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഒരു പീസ് ഞാൻ അവിടെ വെച്ച് ഒരു പീസ് മറ്റേ കാലിനുള്ളത് ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും തേച്ചു. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴെ അമ്മച്ചിയൊക്കെ സീരിയൽ കാണും. ഇപ്പോൾ സീരിയല് നമ്മള് സീരിയലൊന്നും കാണില്ല, നമുക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അമ്മച്ചി അച്ഛനൊക്കെ അവിടെ TV സീരിയലാണ് അവരുടെ ലോകം എന്നാണ് അവർ പറയുന്നത്. സീരിയല് വേറെ വയസ്സായവർക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടി. അപ്പോൾ ഞങ്ങളിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. കളി അത് നോക്കി വെച്ചപ്പോൾ ഇവിടെ ഇനി ഞാനൊന്ന് തുടച്ചിട്ട് കേട്ടോ. കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അപ്പൂസിൻ്റെ കാലെങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് താഴെ പോയാലും ഞാൻ അതൊന്ന് വാരി ഇങ്ങോട്ട് ആ കറ്റാർവാഴ ഉണ്ടോ തെറിച്ച് താഴത്തേക്ക് പോകും. ഓക്കെ,
അപ്പൊ കാളെങ്ങനെയുണ്ട് നോക്കാൻ ചില പുസേ കണ്ടോ. ഓൾമോസ്റ്റ് ഇല്ലാത്തോണ്ട് ഞങ്ങൾക്ക് റൂമിൽ വെട്ടം കുറവാണ്. ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ റൂമിൽ ഞങ്ങൾ പുറത്തുനിന്നാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ റൂമിൽ വെട്ടം കുറവായതുകൊണ്ടാണ് ഞങ്ങള് ഇതാക്കുന്നത്. കണ്ടോ ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ പുസേ? നോക്കി തൊട്ട് നോക്കി എങ്ങനെയുണ്ട്? സോഫ്റ്റ് ആയിട്ടില്ലേ? പറയാ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. കണ്ടോ ഒരു നല്ലൊരു ക്ലീനിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടീസിന് ഇപ്പൊ ആൺകുട്ടികൾ ഇങ്ങനെയാണല്ലോ ചെളിയിലും കളിച്ച് ഒക്കെ നടക്കുന്നതല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്ര അവർക്ക് മാത്രമല്ല നമുക്കും ചെയ്യുന്നത് നല്ലതാണ്. എന്നാന്ന് വെച്ചാൽ നമുക്ക് ലേഡീസ് ആണെങ്കിലും കാലൊക്കെ ഇപ്പം നമ്മൾ പുറത്തൊരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യേണ്ട ഒരവസ്ഥ നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ കാലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ പോയില്ല. ആകെ പോകുന്ന ത്രെഡ് ചെയ്യാനാണ്. ഇന്ന് ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി കുറേ നോക്കിയിട്ട് ഒരു ബ്യൂട്ടി പാർലർ പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. സാധാരണ എൻ്റെ ഫ്രണ്ട് ഫെമി ഉണ്ട്, ഓളാണ് ചെയ്ത് തരാറ്. അപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അവളുടെ അടുത്ത് തന്നെ പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ് ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ അമ്മമാർക്കൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പം നമുക്ക് ചെയ്തു കൊടുക്കാം, നമുക്ക് ചെയ്യാം, കുട്ടീസിനെ ചെയ്തു കൊടുക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ജസ്റ്റ് ഞാനൊന്നും ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ ഇപ്പം കളിക്കുന്ന ടൈമാണല്ലോ, അധികവും കളിയും കാര്യങ്ങളും. പിന്നെ അപ്പൂസ് അങ്ങനെ പുറത്ത് പോയി മുറ്റത്ത് കളിയില്ല കേട്ടോ. അവനിവിടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. മഴയാണല്ലോ, അപ്പൊ അത് കാരണം അധികം കുട്ടികൾ അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ആക്കിയേക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.